السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد. ബഹുമാന ആദരവുകൾ നിറഞ്ഞ മസ്ജിദുർ റഹ്മയുടെ മുദരീസ് സുഹൈൽ അഹ്സനി ഉസ്താദ്, നമ്മുടെ മഹല്ലിൻ്റെ സെക്രട്ടറി കബീർക്ക, കൊടപുറം മസ്ജിദുർ റഹ്മ സെക്രട്ടറി സുനീർക്ക, മറ്റ് സ്റ്റേജിലും സദസ്സിലുമുള്ള സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ അവൻ്റെ ജന്നാത്തുൻ നഈമിൽ മാതാപിതാക്കളോടൊത്ത് ഉസ്താദുമാരോടൊത്ത് നമ്മേവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ വിജ്ഞാനത്തിൻ്റെ സദസ്സിലാണ് നമ്മൾ ഓരോരുത്തരും ഉള്ളത്. നമുക്കൊരിക്കലും വയറ് നിറയാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് അറിവ്, വിജ്ഞാനം എന്ന് പറയുന്നത്. സമ്പത്ത്, ആ സമ്പത്തിന് പുറകെ എത്ര പോയാലും നമുക്കത് വയറ് നിറയില്ല. ഒരുപാടത് ആഗ്രഹിക്കൽ നമ്മുടെ അവസാനം മോശമാകുന്നതിന് കാരണമാകുന്നതാണ് എന്ന് മഹത്തുക്കൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ അധികാരമോഹങ്ങൾ, അതും മനുഷ്യനെ തെറ്റിലേക്ക് നയിച്ചു കൊണ്ടുപോകുന്നതാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് ഒരു മുഅ്മിന് ഒരിക്കലും വയറ് നിറയാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് അറിവ് നേടുക, ഇൽമ് പഠിക്കുക എന്നുള്ളത്. അറിവ് എത്ര കിട്ടിയാലും നമുക്ക് മതിയാകാൻ പാടില്ല. ഒരുപാട് അറിവുകൾ സമ്പാദിച്ച് അവസാനം മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദിനിൽ ഗസാലി റളിയല്ലാഹു അൻ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞപ്പോൾ വമാത്ത വസഹീഹുൽ ബുഖാരി അലാ സുദ്രിഹി, ഇമാമുൽ ഗസാലി റളിയല്ലാഹു അൻഹു ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞപ്പോൾ പരിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ അസഹുൽ കുതുബി ബഅദ കിതാബില്ലാഹി സ്വഹീഹുൽ ബുഖാരി, പരിശുദ്ധമായ ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും മഹത്തമായ ഗ്രന്ഥമാണ് സ്വഹീഹുൽ ബുഖാരി എന്ന ഗ്രന്ഥം. ആ സ്വഹീഹുൽ ബുഖാരി എന്ന ഗ്രന്ഥം നെഞ്ചത്ത് വെച്ചുകൊണ്ടാണ് ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദിനുൽ ഗസാലി റളിയല്ലാഹു അൻഹു ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞതെന്ന് തൻവീറുൽ ഖുലൂബ് എന്ന ഗ്രന്ഥത്തിൽ മഹത്തുക്കൾ പഠിപ്പിക്കുന്നത് കാണാം. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരുപാട് അറിവുകൾ നേടി മരണസമയത്തും ഇൽമിനെ ആഗ്രഹിച്ചവരാണ് നമുക്ക് മുൻകഴിഞ്ഞു പോയ മഹത്തുക്കളായ പണ്ഡിതന്മാർ. മഹാനായ അബൂബക്കറുൽ ഖവാർസമി റളിയല്ലാഹു അൻ അവരോട് മരണസമയത്ത് ചോദിച്ചു, മാദാ തസ്തഹി, എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? മഹാനായ അബൂബക്കറുൽ ഖവാർസമി തങ്ങൾ കൊടുത്ത മറുപടി, അന്നളുറു ഇലാ ഹവാശിൽ കുതുബ്. സക്കറാത്തിന്റെ ഹാലിൽ കിടക്കുമ്പോഴും മഹാനായ അബൂബക്കറുൽ ഖവാർസമി തങ്ങളോട് നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ മഹാൻ കൊടുത്ത മറുപടി, അന്നളുറു ഇലാ ഹവാശിൽ കുതുബ്, കിതാബുകളുടെ ഹാഷിയകൾ നോക്കിയിരിക്കലാണ് എനിക്കിഷ്ടമെന്ന് മഹാനവർകൾ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഒരിക്കലും ഇൽമു പഠിച്ചു നമുക്ക് വയറ് നിറയാൻ പാടില്ല. ആ അറിവ് പഠിച്ചാൽ കിട്ടുന്ന ഏറ്റവും വലിയ നേട്ടം എന്താണെന്നറിയോ? മഹാനായ ബുർഹാനുദ്ദീൻ ഉസ്സർനൂജി തങ്ങൾ അവിടുത്തെ താലീം മുത്തഅല്ലിമിൽ പഠിപ്പിക്കുന്നത് കാണാം.
നിങ്ങൾക്കറിയുമോ, മുഹമ്മദ് ബിൻ ഹസൻ ഷൈബാനി എന്ന് പറയുന്ന വലിയ പണ്ഡിതനുണ്ട്. ഹനഫി 4 മദ്ഹബാണ് നമുക്കുള്ളത്. ആ 4 മദ്ഹബിലെ ഒന്നാമത്തെ മദ്ഹബിന്റെ ഇമാമായ ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹുവിന്റെ ആ മദ്ഹബിലെ 2 ശൈഖാനി എന്നറിയപ്പെടുന്ന മഹാനാണ് മുഹമ്മദ് ബിൻ ഹസൻ അശ്ശൈബാനി തങ്ങളും അതുപോലെ അബൂ യൂസുഫ് തങ്ങളും. ഈ മുഹമ്മദ് ബിൻ ഹസൻ അശ്ശൈബാനി തങ്ങളെ സംബന്ധിച്ച് കാണാം, വഖീല റുഇയ ഫിൽ മനാം, റുഇയ മുഹമ്മദ് ബിൻ ഹസൻ ഫിൽ മനാമി ബഅദ വഫാത്തിഹി. ഈ മുഹമ്മദ് ബിൻ ഹസൻ അശ്ശൈബാനി തങ്ങളെ വഫാത്തിനു ശേഷം ഒരാൾ സ്വപ്നത്തിൽ കാണാനിടയായി. ഫഖീല ലഹു, മഹാനവറുകളോട് ചോദിച്ചു, കൈഫ കുന്ത ഫീ ഹാലിൻ നസഅ, ഉസ്താദേ എങ്ങനെയാണ് സക്കറാത്തിന്റെ ഹാല്? നിങ്ങൾ മരണപ്പെട്ടപ്പോ ആ സക്കറാത്തിന്റെ ഹാലിന്റെ സംബന്ധിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളതെന്ന് ഹനഫി മദ്ഹബിലെ ശൈഖാനിയിൽപ്പെട്ട മുഹമ്മദ് ബിൻ ഹസൻ അശ്ശൈബാനി പരിശുദ്ധമായ ഇൽമു പഠിച്ചാൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ നേട്ടം നമ്മുടെ ആഖിബത്ത് നന്നായി കിട്ടുക എന്നുള്ളതാണ്. നാം പറഞ്ഞു, മഹാനായ മുഹമ്മദ് ബിൻ ഹസൻ അശ്ശൈബാനി റളിയല്ലാഹു അൻഹു മഹാനവറുകളെ അവിടുത്തെ വഫാത്തിനു ശേഷം മനാമിൽ സ്വപ്നത്തിൽ ഒരാൾ കാണുകയാണ്. മഹാനോട് ചോദിച്ചു, കൈഫ കുന്ത ഫീ ഹാലിൻ നസഅ, ഉസ്താദേ നിങ്ങളെ റൂഹ് പിടിക്കുന്ന സമയത്ത്, വഫാത്തിൻ്റെ സമയത്ത് എന്താണ് നിങ്ങളുടെ അവസ്ഥ? മഹാനവറുകൾ മറുപടി കൊടുക്കുകയാണ്, കുന്തു അതഅമ്മലു മസ്അലതൻ മിൻ മസായിലിൽ ഫിഖ്ഹ്, മോനെ ഞാനതാ ഫിഖ്ഹിന്റെ ഒരു മസ്അല ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഫലം അശ്ഉർ ബിഖുറൂജി റൂഹി, എൻ്റെ റൂഹ് പോയത് ഞാൻ അറിഞ്ഞിട്ടില്ലെന്ന് മുഹമ്മദ് ബിൻ ഹസൻ അശ്ശൈബാനി തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. മുഅ്മിനീങ്ങളെ, ആ റൂഹ് പിടിച്ചുകൊണ്ട് പോയതുപോലും ഇൽമിന്റെ ചർച്ചയിലായിരുന്നപ്പോൾ മഹാനായ മുഹമ്മദ് ബിൻ ഹസൻ അശ്ശൈബാനി തങ്ങൾ അറിഞ്ഞിട്ടില്ലെന്ന് അതാ നമ്മൾ ദർസിലൊക്കെ ഓതുന്ന തഅലീമു തഅല്ലിം എന്ന ഗ്രന്ഥത്തിൽ മഹാനായ ബുർഹാനുദ്ദീൻ അസ്സർനൂജി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. ആ മുഹമ്മദ് ബിൻ ഹസൻ അശ്ശൈബാനി തങ്ങളുടെ കൂടെ നമ്മൾ ശൈഖാനി എന്ന് പറഞ്ഞ മഹാനായ അബൂ യൂസുഫ് തങ്ങള് അവിടുത്തെ ചരിത്രത്തിലും കാണാം, അതാ മറലുൽ മൗത്തിലാണ് മഹാനുള്ളത്. മഹാനായ അബൂ യൂസുഫ് റളിയല്ലാഹു അൻഹു വഫാത്താകുന്ന രോഗത്തിലാണ്. ഒരു ശിഷ്യൻ കാണാൻ ചെല്ലുകയാണ്. ചെല്ലുമ്പോൾ അവിടുന്ന് മസ്അല ചർച്ചയാണ്. ജംറത്തുൽ അഖബയില അവിടെ നിന്ന് നിൽക്കുമ്പോൾ, അവിടെ കല്ലെറിയുമ്പോൾ അവിടെ മാഷിയൻ നടന്നുകൊണ്ടാണോ അതല്ല റാക്കിബൻ വാഹനത്തിൽ കയറിയാണോ ചെയ്യേണ്ടത് എന്ന മസ്അലയാണ് മഹാനവറുകൾ വഫാത്തിന്റെ സമയത്തും ചർച്ച ചെയ്യുന്നത്. ഇത് കണ്ട ശിഷ്യൻ ചോദിച്ചു, അഫീ ഹാദിഹിൽ ഹാല, ഉസ്താദേ ഈ രോഗത്തിന്റെ അവസ്ഥയിലാണോ നിങ്ങൾ ഇൽമിങ്ങനെ ചർച്ച ചെയ്യുന്നത്? ആ ചർച്ച കേട്ട് ശിഷ്യൻ പറയുകയാണ്, ഫമാ അതൈതു ബാബദാരിഹി, ഞാനതാ തിരിച്ച് വാതിൽക്കലെത്തിയില്ല. മഹാനായ ആ മഹാനവറുകൾ ഈ ലോകത്തു നിന്ന് വിട പറഞ്ഞുപോയി. മുഅ്മിനീങ്ങളെ, ഇങ്ങനെയാണ് ഇൽമിന് നമുക്ക് മുൻകഴിഞ്ഞു പോയ മഹത്തുക്കൾ അതിന് സ്ഥാനം കൊടുത്തത്. അതുപോലെ നമ്മളെല്ലാവരും മുതഅല്ലിമീങ്ങൾ മാത്രമല്ല, നമ്മളെല്ലാവരും മരണം വരെ ഇൽമുമായി ബന്ധപ്പെട്ട് ജീവിക്കാൻ, എപ്പോഴും ഇൽമു പഠിച്ചതനുസരിച്ച് പ്രവർത്തിച്ച് മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തു ജീവിക്കാൻ നമ്മളെ കൊണ്ടാകുമ്പോഴേ നമ്മുടെ ജീവിതം സുന്ദരമാവുകയുള്ളൂ എന്ന് ഈ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങളെ പരിശുദ്ധമായ ശഅബാൻ മാസം നമ്മിൽ ആഗതമായിരിക്കുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് എന്താണ്? ശഅബാനു ശഹരി, ശഅബാൻ എന്നുള്ളത് എൻ്റെ മാസമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സ്വലാത്തു ചൊല്ലണം എന്ന് പഠിപ്പിച്ച, സ്വലാത്തു ചൊല്ലണം എന്ന യാ അയ്യുഹല്ലദീന ആമനു സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ, ആ ആയത്ത് അവതരിച്ചത് പരിശുദ്ധമായ ശഅബാൻ മാസത്തിലാണ്. അതുപോലെ തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും
ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ആ കഅബ ഷരീഫിലേക്ക് തിരിഞ്ഞു നിന്ന് നിസ്കരിക്കൽ. ആദ്യം ബൈത്തുൽ മുഖദ്ദസിലേക്കായിരുന്നു ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇഷ്ടം പോലെ ആ ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് അതാ കഅബയിലേക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖിബ്ല തെറ്റിയ മാസം കൂടിയാണ് പരിശുദ്ധമായ ശഅബാൻ മാസം. അതുകൊണ്ട് തന്നെ മദീനയിൽ പോയാൽ മസ്ജിദുൽ ഖിബ്ലത്തൈൻ, രണ്ട് ഖിബ്ലയുടെ പള്ളി എന്നറിയപ്പെടുന്ന പള്ളി അവിടെ പോയവർക്ക് കാണാൻ കഴിയും. ആ പള്ളിയിൽ നിന്നാണ് ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് കഅബയിലേക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരിഞ്ഞത്. ഞാൻ പറഞ്ഞു വരുന്നത് ഈ പരിശുദ്ധമായ ശഅബാൻ അത് എൻ്റെ മാസമാണെന്ന് മുത്തുനബി തങ്ങൾ പഠിപ്പിച്ചെങ്കിൽ ആ മാസത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആത്മാർത്ഥമായ മഹബ്ബത്തോടുകൂടെ അവിടുത്തേക്ക് സ്വലാത്തു ചൊല്ലാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. മുഅ്മിനീങ്ങളെ, എന്താണ് ഈ മഹബ്ബത്ത് എന്ന് പറയുന്നത്? നിങ്ങൾ കേട്ടിട്ടില്ലേ? ഒരു ഹദീസിൽ കാണാം, സബഅത്തുൻ യുളില്ലുഹുമുല്ലാഹു യൗമ ലാ ളില്ല ഇല്ലാ ളില്ലു. നാളെ ആഖിറത്തിൽ ചെല്ലുമ്പോൾ 7 വിഭാഗം ആളുകൾക്ക് അർശിന്റെ തണൽ കിട്ടുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആ വിഭാഗത്തിൽപ്പെട്ട ഒരു വിഭാഗമാണ് റജുലാനി തഹാബ്ബാ ഫില്ലാഹ്, 2 പുരുഷന്മാർ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇഷ്ടപ്പെട്ട 2 പുരുഷന്മാർ. മുത്തുനബിയോട് മഹബ്ബത്ത് വെക്കണം, പക്ഷേ ആ മഹബ്ബത്തിന് മുമ്പ് നമ്മുടെ സഹപാഠികളോട്, നമ്മുടെ സഹപ്രവർത്തകരോട് ഏത് രൂപത്തിലാണ് മഹബ്ബത്ത് വെക്കേണ്ടത് അത് പഠിച്ചാലേ മുത്തുനബിയോടുള്ള മഹബ്ബത്ത് എങ്ങനെയാകണമെന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. നമുക്ക് ആ ഹദീസിൽ കാണാം, റജുലാനി തഹാബ്ബാ ഫില്ലാഹ്, 2 പുരുഷന്മാർ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇഷ്ടപ്പെട്ടവർ. അത് പുരുഷന്മാരാകണമെന്നില്ല. അള്ളാഹുവിൻ്റെ മാർഗത്തിലാണെങ്കിൽ പുരുഷനും സ്ത്രീയും, അല്ലെങ്കിൽ സ്ത്രീയും ഒരു സ്ത്രീയും പരസ്പരം ഇഷ്ടപ്പെട്ടാൽ അത് അള്ളാഹുവിൻ്റെ വിഷയത്തിലാണ് ഇഷ്ടമെങ്കിൽ അതുകൊണ്ട് ആ 2 കൂട്ടർക്കും നാളെ സ്വർഗത്തിൽ അർശിന്റെ തണൽ കിട്ടുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആ 2 ആളുകളെ നാളെ ആഖിറത്തിൽ വിളിക്കും, ഐനൽ മുതജാലിസൂന ഫിയ ഐനൽ മുതഹാബ്ബൂന ഫിയ, എൻ്റെ മാർഗത്തിൽ പരസ്പരം ഇഷ്ടം വെച്ചവരെവിടെ, എൻ്റെ മാർഗത്തിൽ പരസ്പരം ഇരുന്നവരെവിടെ, അവർക്കിന്ന് അർശിന്റെ തണൽ കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആഖിറത്തിൽ വിളിക്കുമെന്ന് അതാ മുഹദ്ദിസീങ്ങൾ രേഖപ്പെടുത്തിയത് കാണാം. മുഅ്മിനീങ്ങളെ, ആ മഹബ്ബത്ത് എങ്ങനെയുള്ള മഹബ്ബത്തായിരിക്കണമെന്ന് മഹാനായ ഇമാം ശഅറാനി തങ്ങൾ അവിടുത്തെ സുഹ്ബത്തിനെ കുറിച്ച് മാത്രം പറയുന്ന ഗ്രന്ഥമുണ്ട്. അൽ അൻവാർ ഫി സുഹ്ബത്തിൽ അഖ്യാർ എന്നാണ് ആ ഗ്രന്ഥത്തിന്റെ പേര്. അതിൽ മഹാനവറുകൾ പറയുന്നുണ്ട്, ഈ റജുലാനി എന്ന് പറയുമ്പോൾ അവരുടെ ഇഷ്ടം, പരസ്പരമുള്ള ഇഷ്ടം എങ്ങനെയായിരിക്കണം എന്ന് മഹാനവറുകൾ ഒരുപാട് വിശദീകരിക്കുന്നുണ്ട്. അതിൽ പറയുന്നു, വമിൻ ഹഖിൽ അഖി അലൽ അഖി, ഒരു കൂട്ടുകാരൻ തൻ്റെ സഹപാഠിയോട് പാലിക്കേണ്ട മര്യാദകൾ എന്താണ്? ഒന്നാമത് പറയുന്നു, നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത്, റബ്ബേ, എൻ്റെ സഹോദരൻ അവൻ എന്നെക്കാൾ വലിയവനാണെന്നെപ്പോഴും ചിന്തിക്കണം. എങ്കിലേ റജുലാനി തഹാബ്ബാ ഫില്ലാഹ്, അള്ളാന്റെ മാർഗത്തിൽ പരസ്പരം ഇഷ്ടം വെച്ചവർ എന്ന ഗണത്തിൽ നമുക്ക് പെടാൻ കഴിയൂ. ഞാൻ അവനേക്കാൾ വലിയവനാണെന്ന ചിന്ത നമ്മുടെ മനസ്സിൽ പാടില്ല. മഹാനായ അബ്ദുൽ വഹാബ് ശഅറാനി തങ്ങൾ പറയാണ്, മല്ലം യറ നഫ്സഹു ദൂന അഖീഹി ലം യന്തഫി ബിസുഹ്ബതിഹി, തൻ്റെ സഹപാഠികളോട്, തൻ്റെ അയൽവാസികളോട് അവനേക്കാൾ ഞാൻ വലിയവനാണെന്ന ചിന്ത നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ലം യന്തഫി ബിസുഹ്ബതിഹി, അവൻ്റെ സഹവാസം കൊണ്ട് ഒരു ഉപകാരവും ലഭിക്കില്ലെന്ന് മഹാനായ അബ്ദുൽ വഹാബ് ശഅറാനി തങ്ങൾ അവിടുത്തെ സുഹ്ബത്തുൽ അഖ്യാർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി, അൽ അൻവാർ ഫി സുഹ്ബത്തിൽ അഖ്യാർ എന്ന ഗ്രന്ഥത്തിൽ പഠിപ്പിക്കുന്നുണ്ട്.
തീർന്നില്ല, മഹാനവറുകൾ ഒരു വാക്ക് കൊണ്ടുവരുന്നു. വമിൻ കലാമി അശ്ശൈഖ് അബുൽ മവാഹിബി ഷാദുലി ഇമാമിന്റെ വാക്ക് മഹാനവറുകൾ പറയുകയാണ്, അന്ന കുല്ല നബാത്തിൻ ലാ യംബുതു വലാ യസ്മുറു ഇല്ലാ ബിജഅലിഹി തഹ്തൽ അർളി. നിങ്ങൾ കാട്ടിലേക്ക് നോക്കിയിട്ടില്ലേ? വലിയ കാടുകളിൽ പടുകൂറ്റം വൃക്ഷങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? എങ്ങനെയാണ് ആ വൃക്ഷങ്ങൾ ഇത്രയും വലുപ്പത്തിൽ വന്നത്? ഇല്ലാ ബിജഅലിഹി തഹ്തൽ അർളി. അതിന്റെ വിത്ത് ഭൂമിയുടെ അടിയിലായപ്പോ, വിനയത്തിൽ ആദ്യം നിന്നപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല പടുകൂറ്റൻ മരത്തോളം ആ മരത്തിനെ വളർത്തിയത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അതുകൊണ്ട് നമ്മളെപ്പോഴും താഴ്ന്നവരാണെന്ന് ചിന്തിച്ചെങ്കിലേ നമ്മുടെ സുഹ്ബത്ത് കൊണ്ട് നാളെ ആഖിറത്തിൽ ഗുണം ലഭിക്കുകയുള്ളൂ എന്ന് മഹാനായ അബ്ദുൽ വഹാബ് ഷാറാനി തങ്ങൾ പഠിപ്പിക്കുകയാണ്. തീർന്നില്ല, മഹാനവറുകൾ ഇമാമുൻ നവവി തങ്ങളുടെ ഒരു വസിയ്യത്ത് പറയുന്നുണ്ട്. എന്താ പറയുന്നതെന്നറിയോ? വമിൻ വസിയ്യത്തിൽ ഇമാമിൻ നവവി, ഇമാമുൻ നവവി തങ്ങളുടെ ഒരു വസിയ്യത്തിലുണ്ട്, ലാ തസ്തസ്ഗിർ അഹദൻ, മോനെ ഒരു മനുഷ്യനെയും നീ ചെറുതായി കാണരുത്, ഒരാളെയും നീ ചെറുതായി കാണരുത്. കാരണം എന്താണെന്നറിയോ? ലാ യദ്രി ബിമാ യുഖ്തമു ലഹ്, നീ ചെറുതായി കണ്ടവന്റെ പര്യവസാനം എങ്ങനെയാണെന്ന് നിനക്കറിയില്ലല്ലോ. നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ഈമാൻ കൊടുത്ത് അവൻ വിജയിച്ചാൽ നിന്റെ കാര്യം നഷ്ടത്തിലാണല്ലോ. അപ്പൊ ചോദിക്കൂ, ഉസ്താദേ, ഒരു തെറ്റുകാരനെ കണ്ടാലോ? മഹാനായ നവവി ഇമാം പറയാണ്, ഫഇദാ റഅയ്ത ആസിയൻ, മോനെ നീ ഒരു തെറ്റ് ചെയ്യുന്ന ഒരാളെ കണ്ടാൽ ഫലാ തറ നഫ്സക അലൈഹി, എന്നാലും അവൻ തന്നെയാണ് നിന്നെക്കാൾ വലിയവൻ. കാരണം എന്താണെന്നറിയോ? ഫറുബ്ബമാ കാന ഫീ ഇൽമില്ലാഹി അഅലാ മിൻക മഖാമാ, ചിലപ്പോൾ അല്ലാഹുവിന്റെ ഖദർ ഖളായിൽ അവൻ നിന്നെക്കാൾ സ്ഥാനം കൂടിയവനായേക്കാം. വഅന്ത മിനൽ ഫാസിഖീൻ, അഹങ്കരിച്ചു നടന്ന, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി നടന്ന നീയുണ്ടല്ലോ, നീ ചിലപ്പോൾ ഫാസിഖായി മാറിയേക്കാം. വയസീറു യശ്ഫഉ ഫീക യൗമൽ ഖിയാമ, നീ ആസിയാണ്, തെറ്റുകാരനാണെന്ന് നീ പറഞ്ഞവനുണ്ടല്ലോ, ചിലപ്പോൾ നാളെ ആഖിറത്തിൽ അവനായിരിക്കും നിനക്ക് ശുപാർശ ചെയ്യാനുണ്ടാവുക. തെറ്റ് കണ്ടാൽ അത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കണം, പറയണ്ട എന്നല്ല പറയുന്നത്. പക്ഷേ നമ്മുടെ മനസ്സിൽ ചിന്ത ഉണ്ടാവണം, ഞാനാണ് അവനേക്കാൾ താഴ്ന്നവൻ എന്ന ചിന്ത നമുക്കുണ്ടാകുമ്പോഴേ സഹവാസം കൊണ്ട്, സുഹ്ബത്ത് കൊണ്ട് നമുക്കൊക്കെ ആഖിറത്തിൽ രക്ഷയുള്ളൂ എന്ന് അബ്ദുൽ വഹാബ് ഷാറാനി തങ്ങൾ പറയുകയാണ്. അപ്പൊ ചോദിക്കൂ, ഉസ്താദേ, ഒരു ചെറിയ കുട്ടിയെ കണ്ടാലോ? ഇമാമുൻ നവവി തങ്ങൾ പറയുന്നു, വഇദാ റഅയ്ത സഗീറൻ, മോനെ ഒരു കുഞ്ഞുകുട്ടിയെ, ചെറിയ നിന്റെ പ്രായത്തിനേക്കാൾ താഴ്ന്ന ഒരാളെ കണ്ടാൽ ഫഹ്കും ബി അന്നഹു ഖൈറും മിൻക, അപ്പോഴും അവൻ തന്നെയാണ് കേട്ടോ നിന്നെക്കാൾ ഉത്തമൻ. കാരണം എന്താണെന്നറിയോ? ബിഇഅ്തിബാരി അന്നഹു അഹ്കറു മിൻക ദുനൂബാ, മോനെ ആ ചെറിയ കുട്ടി നിന്റെ അത്രയും ഒരിക്കൽ തെറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. നിനക്ക് ഇബാദത്തുകൾ കൂടുതൽ ഉണ്ടായിക്കോട്ടെ, പക്ഷേ നിന്റെ അത്ര തെറ്റുകൾ ആ ചെറിയ കുട്ടിക്കുണ്ടാവുകയില്ല. അതുകൊണ്ട് ആ കുട്ടി തന്നെയാണ് എന്നെക്കാൾ വലിയവനെന്ന ചിന്ത മുഅ്മിനീങ്ങളെ നമുക്കുണ്ടാകണമെന്ന് മഹാനായ അബ്ദുൽ വഹാബ് ഷഅറാനി തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇനിയോ വഇദാ റഅയ്ത മൻ ഹുവ അക്ബറു മിൻക സിന്നൻ, മോനെ നിന്നെക്കാൾ പ്രായമുള്ള ഒരാളെ കണ്ടാലോ? ഫഹ്കും ബി അന്നഹു ഖൈറും മിൻക, എന്നാലും ആ പ്രായമുള്ളവൻ തന്നെയാണ് കേട്ടോ നിന്നെക്കാൾ ഉത്തമൻ. കാരണം എന്താണെന്നറിയോ? നിന്നെക്കാൾ എത്രയോ ഇബാദത്തുകൾ ആ മനുഷ്യന് കിട്ടിയിട്ടുണ്ട്, എത്ര റമളാനിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്, എത്ര തറാവീഹ് നിസ്കരിച്ചിട്ടുണ്ട്. ഒരു കൊല്ലമാണെങ്കിലും നിന്നെക്കാൾ ഇബാദത്ത് അവന് കിട്ടിയിട്ടില്ലേ? നിന്നെക്കാൾ ലൈലത്തുൽ ഖദ്ർ അവന് കിട്ടിയിട്ടില്ലേ? അതുകൊണ്ട് മോനെ, നിന്നെക്കാൾ വലിയവനെ കണ്ടാലും ചെറിയവനെ കണ്ടാലും ഏതു സമയത്തും നീ താഴ്ന്നവനാണെന്ന ചിന്ത നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിന്റെ അകത്തളങ്ങളിൽ ഉണ്ടായിത്തീരണം. തീർന്നില്ല,
ഇമാമുൻ നവവി തങ്ങൾ പറയുന്നു, വഇദാ റഅയ്ത കാഫിറാ, മോനെ ഒരു അവിശ്വാസിയെ നീ കണ്ടാൽ ഫലാ തഖ്തഅ ലഹു ബിന്നാർ, അവന് നരകമുണ്ട്, അവൻ നരകത്തിലാണെന്ന് നീ ഉറപ്പിച്ചു പറഞ്ഞുകൂടാ. കാരണം എന്താണെന്നറിയോ? ലിഹ്തിമാലി അന്നഹു യുസ്ലിമു വയമൂതു മുസ്ലിമാ, അവൻ ചിലപ്പോൾ അവൻ അതാ മരണപ്പെടുന്നതിന് മുമ്പ് മുസ്ലിമായി അവൻ്റെ അവസാനം അവൻ്റെ ആഖിബത്ത് നന്നായി ചിലപ്പോൾ അവൻ മരണപ്പെട്ടേക്കാം. അതുകൊണ്ടൊരു അവിശ്വാസിയെ കണ്ടാൽ അവൻ നരകത്തിലാണെന്ന് ഉറപ്പിച്ചു പറയാൻ എനിക്കും നിങ്ങൾക്കും ഒരു അവകാശമില്ലെന്ന് ഇമാമുൻ നവവി റളിയല്ലാഹു അൻഹുവിൻ്റെ വസിയ്യത്തായി അതാ മഹാനായ അബ്ദുൽ വഹാബ് ശഅറാനി തങ്ങൾ അൽ അൻവാർ ഫീ സുഹ്ബത്തിൽ അഖിയാർ എന്ന ഗ്രന്ഥത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. മുഅ്മിനീങ്ങളെ, ഇങ്ങനെയാണ് നമ്മുടെ മുൻ കഴിഞ്ഞു പോയ മുഴുവൻ മഹത്തുക്കളും ജീവിച്ചിട്ടുള്ളത്. നിങ്ങൾക്കറിയോ മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആരാണ്? മഹാനവറുകൾ അമ്പിയാക്കൾ കഴിഞ്ഞാൽ ഏറ്റവും വലിയ സ്ഥാനം സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനല്ലേ? മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടില്ലേ, മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ശരീരത്തിലുള്ള ഒരു രോമം ഞാൻ ആയിരുന്നെങ്കിലെന്ന് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടില്ലേ? ലോകത്തിലെ മുഴുവൻ ആളുകളുടെയും ഈമാൻ ഒരു തുലാസിലും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഈമാൻ മറ്റൊരു തുലാസിലും വെച്ചാൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ തുലാസിന് ഭാരം തൂങ്ങുമെന്ന് പറഞ്ഞ മഹത്തുക്കളില്ലേ? ഇങ്ങനെയുള്ള സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചിന്ത നിങ്ങൾക്കറിയുമോ? ഒരിക്കൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇബ്നു അസാക്കിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, മുത്തുനബി തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, ഖിസാലുൽ ഖൈരി 360. ഒരു മുഅ്മിന് ഒരു ദിവസം 360 നന്മകൾ ചെയ്യാൻ കഴിയുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സദസ്സിൽ പറഞ്ഞപ്പോൾ അതാ മഹാനായ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ചോദിക്കുകയാണ്, അഫിയ ഖസ്ലത്തുൻ വാഹിദ, നബിയെ ആ 360 ഏതെങ്കിലും ഒന്നെനിക്കുണ്ടോ നബിയെ എന്നോ മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു വിനയത്തിൻ്റെ ചോദ്യം ചോദിക്കുകയാണ്. മുഅ്മിനീങ്ങളെ, നമ്മളാണെങ്കിലോ ഏകദേശം ആ 360 ഒരു 100 എനിക്കുണ്ടാകുമെന്നല്ലേ നമ്മൾ ചിന്തിക്കുക. അമ്പിയാക്കൾ കഴിഞ്ഞാൽ ഏറ്റവും വലിയ സ്ഥാനമുള്ള സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറഞ്ഞത് എന്താണെന്നറിയോ? അഫിയ ഖസ്ലത്തു വാഹിദ, നബിയെ ആ 360 ഏതെങ്കിലും ഒരു നന്മ ഈ പാവപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനുണ്ടോ എന്ന് മഹാൻ ചോദിച്ചു. ഉടനെ മുത്തുനബി തങ്ങൾ പറഞ്ഞു, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, നിങ്ങൾക്കൊന്നല്ല 360 ഉണ്ടെന്ന് മുത്തുനബി തങ്ങൾ പഠിപ്പിച്ചില്ലേ? അപ്പൊ നമ്മുടെയൊക്കെ മനസ്സിൽ ചിന്ത ഉണ്ടാവേണ്ടത് ഞാനൊന്നുമല്ല എന്ന് ചിന്തിക്കണം. അങ്ങനെ ചിന്തിക്കുന്നിടത്തെ നമ്മളെല്ലാമായി തീരുകയുള്ളൂ എന്നല്ലേ മഹത്തുക്കൾ പഠിപ്പിക്കുന്നത്. ഇനിയോ രണ്ടാമത്തെ ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ കഥാ വഫാത്തിന്റെ സമയം, അന്ന് രാവിലെ അതാ ചെറിയ കുത്ത് കിട്ടുകയാണ് മഹാനവറുകൾക്ക്. ആ കുത്തുമായി പോകുമ്പോൾ അവിടെ ചോരയൊലിച്ച് കിടക്കുന്ന ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ ചോദിക്കുന്നു, ഐന ഹുദൈഫത്തു ഇബ്നുൽ യമാൻ, എവിടെയാണ് ഹുദൈഫ തങ്ങളുള്ളത്? ഹുദൈഫ തങ്ങളെ ആരെങ്കിലും വിളിച്ചുകൊണ്ടുവരൂ എന്ന് പറഞ്ഞുകൊണ്ട് അതാ ചോരയൊലിക്കുന്ന സമയത്തും മരണത്തിന്റെ സമയത്തും മഹാനവറുകൾ ഇപ്പോൾ ചോദിക്കുകയാണ്. കാരണം എന്താണെന്നറിയോ? ഈ ഹുദൈഫ റളിയല്ലാഹു അൻഹു സാഹിബുസ് സിർരി റസൂലില്ലാഹ്, മുത്തുനബിയുടെ രഹസ്യ സൂക്ഷിപ്പുകാരനാണ് മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹു. മുത്തുനബി തങ്ങൾ എല്ലാ രഹസ്യവും പറഞ്ഞു കൊടുക്കുന്ന നേതാവാണ് ഹുദൈഫ തങ്ങൾ. ഇപ്പൊ സ്വഹാബികളുടെ രൂപത്തിൽ നടക്കുന്ന മുനാഫിഖീങ്ങൾ ആരൊക്കെയാണെന്ന് ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന് കൃത്യമായി അറിയാം. അതുകൊണ്ട് ആരെങ്കിലും മരണപ്പെട്ടാൽ ഹുദൈഫ തങ്ങൾ അവിടെ പോകുന്നുണ്ടോ മയ്യിത്ത് നിസ്കരിക്കാനെന്ന് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു നോക്കാറുണ്ടായിരുന്നു. അങ്ങനെയുള്ള
ഹുദൈഫ തങ്ങളെ അതാ രണ്ടാമത്തെ ഖലീഫയായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു വഫാത്തിന്റെ സമയത്ത് ഐന ഹുദൈഫത്തു ഇബ്നുൽ യമാൻ, എവിടെയാണ് ഹുദൈഫ തങ്ങളുള്ളതെന്ന് ചോദിക്കുകയാണ്. കടന്നു വന്നപ്പോൾ ആ മുനാഫിഖീങ്ങളുടെ ലിസ്റ്റ് ഒന്ന് കാണിക്കണമെന്ന് പറഞ്ഞു. ഇപ്പോഴെന്തിനാ മുനാഫിഖീങ്ങളുടെ ലിസ്റ്റോ? ഇപ്പോൾ നടപടിയൊന്നും എടുക്കാനാവുകയില്ലല്ലോ, ആരുടെയും പേര് ചോദിക്കാനല്ല. പിന്നെ ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ എന്താ ചെയ്തതെന്നറിയോ? വിനയത്തിന്റെ സ്വഭാവമാണ് അത്. മഹാനവറുകൾ പറയാണ്, ഹൽ ഖാല റസൂലു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്മി ബൈനൽ മുനാഫിഖീൻ. മുത്തുനബി തങ്ങൾ തന്ന മുനാഫിഖീങ്ങളുടെ ലിസ്റ്റിൽ സാധുവായ ഉമറിന്റെ പേരുണ്ടോ എന്ന് നോക്കിയാൽ മതി, ആരുടെയും ലിസ്റ്റ് ഇവിടെ വെളിപ്പെടുത്തണ്ട എന്ന് പറഞ്ഞപ്പോ അതാ ഫബക്കാ ഹുദൈഫത്തു ഇബ്നുൽ യമാൻ, മഹാനായ ഹുദൈഫത്തു ഇബ്നുൽ യമാൻ തങ്ങൾ അതാ കരയുകയാണ്. കൊച്ചുകുട്ടിയെപ്പോലെ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, വല്ലാഹി മാ ദകറ ഇസ്മക ഇൻദീ. ഓ ഉമർ തങ്ങളെ, നിങ്ങളുടെ പേര് മുത്തുനബി തങ്ങൾ എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല. അവരൊരിക്കലും മുനാഫിഖീങ്ങൾ ആയതുകൊണ്ടല്ല, അവരുടെ മനസ്സിൽ വിനയം അങ്ങേയറ്റം കടന്നുകൂടിയത് കൊണ്ട് അവർ ചോദിക്കുകയാണ്. മുഅ്മിനീങ്ങളെ, ഇതുപോലെയുള്ള വിനയം മുഅ്മിനീങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിത്തീരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതനുസരിച്ചു ജീവിക്കാൻ നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, മുഅ്മിനീങ്ങളെ, സുഹബത്ത് കൊണ്ട് ഗുണം കിട്ടണമെങ്കിൽ നമ്മുടെ ചിന്ത അങ്ങനെ ആവണം. ഞാനാണ് ഏറ്റവും താഴ്ന്നവനെന്ന് ചിന്തിക്കണം. എങ്കിലേ ഈ റജുലാനി തഹബ്ബാ ഫില്ലാ, അല്ലാഹുവിന്റെ മാർഗത്തിൽ ഇഷ്ടപ്പെട്ടവർ എന്ന് പറയുന്ന ആ റജുലാനിയിൽ പെടാൻ നമുക്കൊക്കെ സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ള മഹബ്ബത്തിലായി നാം ജീവിക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പോൾ മുത്തുനബിയോട് മഹബത്ത്, അവിടുത്തെ സ്വലാത്ത് ചൊല്ലി അവിടുത്തേക്ക് മഹബത്ത് വർദ്ധിപ്പിക്കേണ്ട ഒരു മാസമാണ് പരിശുദ്ധമായ ഈ ശഅബാൻ മാസമെന്നത് നമുക്കറിയാം. മുഅ്മിനീങ്ങളെ, ആ മുത്തുനബിയോട് മഹബത്ത് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റയിൽ സ്റ്റാറ്റസ് ഇട്ടത് കൊണ്ടോ, ഇൻസ്റ്റയിൽ സ്റ്റോറി ഇട്ടത് കൊണ്ടോ, വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ടത് കൊണ്ടോ ഒന്നും ആ മുത്തുനബിയോടുള്ള മഹബത്ത് പൂർണ്ണമാവുകയില്ല. പിന്നെ എന്താണ് മഹബത്തിന്റെ അടയാളം എന്നറിയോ? ഒരുപാട് അടയാളങ്ങൾ മഹത്തുക്കളായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അതിൽ ഒന്നാമതായി പഠിപ്പിക്കുന്നത് എന്താണെന്നറിയോ? അത്തഖല്ലുഖു ബി അഖ്ലാഖിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കൊക്കെ മുത്തുനബിയോട് മഹബത്തുണ്ട് എന്ന് അറിയണമെങ്കിൽ ആ മുത്തുനബിയുടെ സ്വഭാവം എന്താണോ ആ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ രൂഢമൂലമാകണമെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് കാണാം. ആ മുത്തുനബിയുടെ സ്വഭാവം അതുതന്നെ ഇഷ്ടം പോലെ ഒരുപാട് നമുക്ക് പഠിക്കാനുണ്ട്. മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, നിങ്ങൾക്കറിയില്ലേ, മഹദിയായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയപ്പോൾ എല്ലാവരും ഓരോ ഹദിയകൾ മുത്തുനബിക്ക് കൊടുക്കുമ്പോൾ ഉമ്മു സുലൈം ബീവി കൊണ്ടുവന്നത് അവിടുത്തേക്ക് ഹദിയ കൊടുക്കാനില്ല. ഉനൈസുക ഹുവൈദിമുക്ക്, നബിയേ, ഈ കുന്നനസിനെ അവിടുത്തെ ചെറിയ ഖാദിമായി അങ്ങ് സ്വീകരിക്കണേ നബിയേ. ഫദ്ഉല, ആ അനസ് തങ്ങൾക്ക് വേണ്ടി നബിയേ അങ്ങ് ദുആ ചെയ്യണേ നബിയേ. ആ അനസ് റളിയല്ലാഹു അൻഹുവിനെ മുത്തുനബി തങ്ങൾ സ്വീകരിക്കുകയാണ്. മുഅ്മിനീങ്ങളെ, അങ്ങനെ സ്വീകരിച്ചവിടുന്ന് ദുആ ചെയ്തു കൊടുത്തു, അല്ലാഹുമ്മ അക്സിർ മാലഹു വവലദഹു വഅദ്ഖിൽഹുൽ ജന്ന. റബ്ബേ, എൻ്റെ ഈ അനസ് തങ്ങൾക്ക് നീ ഒരുപാട് സമ്പത്ത് കൊടുക്കണേ അല്ലാ, അതുപോലെ ഒരുപാട് മക്കളെ നീ കൊടുക്കണേ അല്ലാ, നീ സ്വർഗത്തിൽ കടത്തണേ റഹ്മാനെ. മഹാനായ റിയാദുസ് സ്വാലിഹീന്റെ ശറഹിൽ ദലീലുൽ ഫാലിഹീൻ എന്ന ഗ്രന്ഥത്തിൽ നമുക്ക് കാണാം, എല്ലാവരുടെയും വൃക്ഷം, കായികനികൾ, കൃഷി വർഷത്തിൽ ഒരൊറ്റ
ഒറ്റവട്ടം കായ്ക്കുമെങ്കിൽ മുത്തുനബി തങ്ങൾ ഇങ്ങനെ ദുആ ചെയ്ത ബറക്കത്ത് കൊണ്ട് അതാ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ കൃഷി വർഷത്തിൽ 2 വട്ടം കായ്ക്കുമെന്ന് ദലീലുൽ ഫാലിഹീൻ എന്ന ഗ്രന്ഥത്തിൽ മഹാനവറുകളെ പറയുന്നിടത്ത് നമുക്ക് കാണാൻ കഴിയും. അവിടുത്തെ മക്കൾ തന്നെ അതാ വഫാത്താകുമ്പോൾ 100ഓളം മക്കളുണ്ടായിരുന്നു എന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടുന്ന് അനസ് തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, മുത്തുനബി തങ്ങൾ ദുആ ചെയ്ത ദുആ 2 എനിക്ക് ഫലിച്ചിട്ടുണ്ട്. വഅദ്ഖിൽഹുൽ ജന്ന, അല്ലാഹ് അനസ് തങ്ങളെ സ്വർഗ്ഗത്തിൽ കടത്തണേ, അത് 3ാമത്തത് ഞാനത് അവിടെ പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് ഉറപ്പ് പറഞ്ഞ മഹാനല്ലേ അനസ് ഇബ്നു മാലിക് തങ്ങൾ. ഞാൻ പറഞ്ഞു വരുന്നത് മുത്തുനബിയുടെ സ്വഭാവത്തെ സംബന്ധിച്ച് പറയുകയാണ്. മുഅ്മിനീങ്ങളെ, അനസ് തങ്ങളെ അതാ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് അനസ് തങ്ങൾ പറയുകയാണ്, ഞാൻ 10 കൊല്ലം അവിടുന്ന് ഖിദ്മത്ത് എടുത്തിട്ട് ഇന്നേ വരെ മുത്തുനബി തങ്ങൾ മോനെ നീ എന്തിനത് ചെയ്തു, എന്തിന് ചെയ്തില്ല എന്നൊരു വാക്ക് മുത്തുനബി തങ്ങൾ എന്നോട് ചോദിച്ചിട്ടില്ലെന്ന് അനസ് ഇബ്നു മാലിക് തങ്ങൾ പറയുമ്പോൾ, മുഅ്മിനീങ്ങളെ എന്താണ് അവിടുത്തെ സ്വഭാവം? എത്ര നല്ല സ്വഭാവമാണ്! അതല്ലേ ഖുർആൻ പറഞ്ഞത്, ഇന്നക ലഅലാ ഖുലുഖിൻ അളീം. നബിയെ, സൽ സ്വഭാവം ആണ് തങ്ങൾക്കെന്ന് പറയാൻ കഴിയില്ല. പിന്നെയോ ആ സൽ സ്വഭാവത്തിനും മേലെയാണ് തങ്ങളുള്ളതെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചില്ലേ? അപ്പൊ അനസ് റളിയല്ലാഹു അൻഹുവിനെ ഒന്നും മുത്തുനബി തങ്ങൾ പറഞ്ഞിട്ടില്ല. ഇതിന്റെ അർത്ഥം അനസ് റളിയല്ലാഹു അൻഹു അവിടുന്ന് മുത്തുനബിക്ക് ഇഷ്ടമില്ലാത്തത് പ്രവർത്തിച്ചു എന്നല്ല ഇതിന്റെ അർത്ഥം. ഇതിന് വേറൊരർത്ഥമുണ്ടെന്ന് മഹാനായ മുല്ല അലിയുൽ ഖാരി അവിടുത്തെ മിർഖാത്തുൽ മഫാത്തിഹിൽ പഠിപ്പിക്കുന്നുണ്ട്. വഫീഹി മദ്ഹു അനസിൻ റളിയല്ലാഹു അൻ, ഈ ഹദീസിൽ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹ് കൂടിയുണ്ട്. കാരണം എന്താണെന്നറിയോ? ഫഇന്നഹു ലം യർതകിബ് അംറൻ യതവജ്ജഹു ഇലൈഹി മിനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഅ്തിറാളം മാ, ഒരു ചെറിയ ഇഅ്തിറാള് പോലും, ചെറിയ എതിര് പോലും അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഈ ഹദീസിന് മറ്റൊരു വശം കൂടിയുണ്ട്. ഇത് അനസ് റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹ് കൂടിയാണെന്ന് മഹാനായ മുല്ല അലിയുൽ ഖാരി തങ്ങൾ അവിടുത്തെ മിർഖാത്ത് എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, മുത്തുനബി തങ്ങളൊന്നും ദേഷ്യപ്പെട്ടിട്ടില്ല. മറിച്ച് അവസാനം ഈ 10 കൊല്ലത്തെ ഖിദ്മത്തിന് സമ്മാനമായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനസ് ഇബ്നു മാലിക് തങ്ങൾക്ക് കൊടുക്കുന്ന ഒരു ഉപദേശമുണ്ട്. മോനെ, ഇൻ ഖദർത അൻ തുസ്ബിഹ വ തുംസിയ ലൈസ ഫീ ഖൽബിക ഗിശ്ശുൻ ലി അഹദ്. മോനെ, ഓരോ ദിവസവും കടന്നു പോകുമ്പോൾ ഒരാളോടും വെറുപ്പില്ലാതെ മോനെ നിനക്ക് ജീവിക്കാൻ കഴിയുമെങ്കിൽ നീ അങ്ങനെ ചെയ്യണേ മോനെ. കാരണം എന്താണെന്നറിയോ? ആലിക മിൻ സുന്നത്തി, ഒരാളോടും വെറുപ്പില്ലാതെ ജീവിക്കുക എന്നുള്ളത് മിൻ സുന്നത്തി, അതെന്റെ ലൈഫ് സ്റ്റൈലാണെന്ന് മുത്തുനബി തങ്ങൾ പഠിപ്പിക്കുകയാണ്. എൻ്റെ ചര്യയാണത്. വമൻ അഹബ്ബ സുന്നത്തി ഫഖദ് അഹബ്ബനി, എൻ്റെ സുന്നത്ത് ആരിഷ്ടപ്പെട്ടാലും, എൻ്റെ ചര്യ, എൻ്റെ ലൈഫ് സ്റ്റൈൽ ആരിഷ്ടപ്പെട്ടാലും ഫഖദ് അഹബ്ബനി, അവൻ എന്നെ ഇഷ്ടപ്പെട്ടവനാണ്. വമൻ അഹബ്ബനി, എന്നെ ഒരാൾ ഇഷ്ടപ്പെട്ടാൽ കാന മഈ ഫിൽ ജന്ന, ആഖിറത്തിൽ നാളെ അവൻ എൻ്റെ കൂടെ സ്വർഗ്ഗത്തിലാണെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. സ്വർഗ്ഗത്തിൽ പോകല് വേറെ, മുത്തുനബിയുടെ കൂടെ സ്വർഗ്ഗത്തിൽ പോകല് വേറെ. അതല്ലേ മഹാനായ റബീഅ റളിയല്ലാഹു അൻഹു അവിടുന്ന് മുത്തുനബിക്ക് ഖിദ്മത്ത് എടുത്തിട്ട് ചോദിച്ചില്ലേ, എന്താണ് നിങ്ങൾക്ക് ആഗ്രഹമെന്ന് ചോദിച്ചപ്പോ, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, നബിയെ അങ്ങയുടെ കൂടെ എനിക്ക് സ്വർഗ്ഗത്തിൽ വരാനാണ് ഇഷ്ടം. അതുകൊണ്ട് ആ മഅയ്യത്തിന് വലിയ പവറുണ്ട്. എവിടെ പോയാലും VIP-യും അതല്ലാത്തതുമുണ്ട്. അപ്പൊ മുത്തുനബിയുടെ കൂടെ പോകാൻ കഴിയണമെങ്കിൽ മുത്തുനബിയുടെ സുന്നത്ത് ഇഷ്ടപ്പെടണം. ആ സുന്നത്ത് ഇഷ്ടപ്പെടണമെങ്കിൽ ഒരാളോടും വെറുപ്പില്ലാതെ ജീവിക്കാൻ കഴിയണം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ഉസ്താദ് അവர்கள் നമ്മുടെ സദസ്സിലേക്ക് വരികയാണ്. നമുക്കറിയാം, ലിബറലിസ്റ്റുകളുടെയും യുക്തിവാദികളുടെയും മറ്റ് ബിദഈ പ്രസ്ഥാനങ്ങളുടെയും പേടി സ്വപ്നമായ
ബഹുമാനപ്പെട്ട ഇബ്രാഹിം സഖാഫി ഉസ്താദ് അവറുകൾ നമ്മുടെ ഹളറത്തിലേക്ക് കടന്നു വരുന്നു. അല്ലാഹു